വാർത്തകളിലേക്ക് പോകുമ്പോൾ ഒരു അപകട വാർത്തയാണ് പറയാനുള്ളത്. കോഴിക്കോട് ചെറുവാടിയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു. അപകടം ഇന്നലെ ടിപ്പർ അപകടം നടന്ന അതേ റൂട്ടിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബസ് ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നു. റഫീഖ്, എത്ര മണിയോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ശ്രുതി, ഇന്നലെ വൈകിട്ട് 5:45 ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്ത പോലെ ഇന്നലെ 2 വിദ്യാർത്ഥിനികൾ ഒരു ബസ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന വാർത്ത വന്ന് അതിന്റെ തീരുന്നതിന് മുന്നെയാണ് ഈ അപകട വാർത്ത നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:45 കോഴിക്കോട് നിന്നും ചെറുവാടിയിലേക്ക് വരുന്ന എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ബസ്സാണ് ഒരു വയോധികൻ മുന്നിലേക്ക് വന്നപ്പോൾ ആ ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ കാരണം ബ്രേക്ക് ചെയ്ത് സൈഡിലേക്ക് വെട്ടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത് ഇന്നലെ അപകടം നടന്ന അതേ റൂട്ടിൽ തന്നെയാണ്, അതായത് കോഴിക്കോട് മാവൂർ ചെറുവാടി റൂട്ടിലാണ് ഇതേ അപകടം സംഭവിച്ചിട്ടുള്ളത്. കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസം ഉള്ള ഒരു റോഡാണ് ചെറുവാടി ഇടവഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവറുടെ ഒരു സംയോജിത ഇടപെടലും ബ്രേക്കിങ്ങും കാരണമാണ് അയാളുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അയാളുടെ ദേഹത്തൂടെ വാഹനം കയറാതിരുന്നത്. ഇതൊരു അതായത് ദിവസവും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇത് അപകട സാധ്യത മേഖലയാണോ? ഒരു അപകട മേഖല എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഈ ഇരുചക്ര വാഹനക്കാരുടെ അശ്രദ്ധമായ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെ അശ്രദ്ധമായ ഒരു ഓട്ടമാണ് ഇങ്ങനെ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പല സമയങ്ങളിലും അവിടെ നിരവധി വാഹനങ്ങൾ പോകുമ്പോൾ അശ്രദ്ധമായ ഓടിക്കൽ അതൊരു വലിയ അപകടങ്ങളിലേക്ക് സംഭവിക്കാറുണ്ട്. നിരവധി മരണങ്ങളും പല സംഭവങ്ങളിലായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇന്നലെയും ഈ 2 ദിവസങ്ങളായിട്ട് നടന്ന അപകടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വ്യക്തമാണ്. കോഴിക്കോട് മുക്കം ചെറുവാടിയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു. അപകടം ഇന്നലെ ടിപ്പർ അപകടം നടന്ന അതേ റൂട്ടിലാണ്. ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് റഫീഖ് തോട്ടുമുക്കം നൽകിയത്.